blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. കഴിഞ്ഞ 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനോടും വെൽ വിഷേഴ്സിനോടും പ്രയർ പാർട്ട്നേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിനായി നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഈ സമയത്ത് രാജിക്കും ജോജിക്കുമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോജിയുടെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഞങ്ങൾ ഈ സമയത്ത് കർത്താവെ ആ സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജന്മദിന നന്മകൾ കൊണ്ട് കർത്താവെ ഇന്ന് ആ സഹോദരിയെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ അങ്ങ് ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ദൈവികമായ ഒരു അനുഗ്രഹത്താൽ അങ്ങ് ആ ദാമ്പത്യ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹിക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. എന്ന് മാത്രമല്ല, 2 പേർക്കും ജോലിയിൽ ഒരു പ്രമോഷൻ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ മുഴുവൻ ആരോഗ്യത്താലും സകലവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ജോജി. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ആത്മാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, സുനിൽ NRനും സിന്ധു CVക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിന്ധുവിൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് B യേശു കർത്താവിൻ്റെ നാമത്തിൽ പരിപൂർണമായും സൗഖ്യമാകട്ടെ. മാത്രമല്ല കർത്താവെ, വളരെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നോർമൽ ഡെലിവറിയിലൂടെ കർത്താവ് നൽകണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് പ്രമോഷൻ ലഭിക്കുവാൻ, അതുപോലെ ജോലിയിൽ വലിയ പുരോഗതി ഉണ്ടാകാനും അങ്ങ് സഹായിക്കണമേ. ഇരുഭാഗത്തുമുള്ള മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിനായും സകല അനുഗ്രഹങ്ങൾക്കുമായും ഞങ്ങൾ ഈ സമയത്ത് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. കർത്താവെ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഇന്നത്തെ 2 സ്പോൺസേഴ്സിനെ ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 2015 ആദ്യ നിമിഷങ്ങൾ ആഘോഷിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു നവവത്സരാരാധന 2015. ഡിസംബർ 31-ാം തീയതി രാത്രി 10 മുതൽ 12:30 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് നടക്കുന്ന ഈ മീറ്റിംഗിൽ ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. നവവത്സരാരാധന 2015 ഏവർക്കും സ്വാഗതം. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കൂ. ചേർന്ന് പടയെന്നെ കരുതും, എന്നെ കരുതും, എന്നും പുലർത്തു. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്.
യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. Quickly, I'm going to tell you some toughening process that you will go through. കഠിനമായ പ്രക്രിയയുടെ ചില കാര്യങ്ങളെ കുറിച്ച്, നിങ്ങൾ കടന്നു പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ പോകുകയാണ്. How many of you want to become very tough in life? നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉറച്ചു നിൽക്കുന്ന, കഠിനമായി നിൽക്കുന്ന വിധത്തിൽ ആകിത്തീരുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? You want to become very tough in life? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ ഉറച്ച് കഠിനമായി നിൽക്കാൻ Then ആഗ്രഹിക്കുന്നു. number one, you will have to face a lot of criticisms. എങ്കിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒത്തിരി വിമർശനങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. Hallelujah. Hallelujah. That is the toughening process. അത് നിങ്ങളെ കഠിനമാക്കുന്ന ഒരു പ്രക്രിയയാണ്. Joseph received the dream from the Lord. യോസഫ് ദൈവത്തിൽ നിന്ന് സ്വപ്നം ലഭിച്ചവനാണ്. Then the whole family started criticizing him. എന്നാൽ നോക്കുക, അവന്റെ മുഴു കുടുംബവും അവനെ വിമർശിക്കാൻ Oh, തുടങ്ങി. here comes the dreamer. ദേ വരുന്നു സ്വപ്നക്കാരൻ. Oh, dreamer comes. സ്വപ്നക്കാരൻ വരുന്നേ. His own family started criticizing അവന്റെ him. സകല കുടുംബാംഗങ്ങളും അവനെ വിമർശിക്കുവാൻ തുടങ്ങി. Hello. ഹലോ, If your own family members are criticizing you, I'm a prophet, I am prophesying about your life, you have a great future. ഞാന് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രവാചകനായിട്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു വലിയ ഭാവിയുണ്ട്. Not your neighbor. നിങ്ങളുടെ അയൽവക്കക്കാരനെ പോലെയല്ല. If your own family members are criticizing you, that means God has framed a very good bright future for you. നിങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, വിമർശിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി അതിശോഭനമായ മറ്റൊരു ഭാവി വെച്ചിട്ടുണ്ട്. All people will not celebrate you always. എല്ലാ ജനങ്ങളും എല്ലാ കാലത്തും നിങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയില്ല. Especially in the beginning of your life. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ. Hallelujah. ഹല്ലേലൂയ. When we started the ministry, നാം ഈ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് a man of God came ഒരു ദൈവപുരുഷൻ വന്നു. and he started sharing a vision about me. അദ്ദേഹം കണ്ട ഒരു വിഷനെ കുറിച്ച്, ഒരു ദർശനത്തെ കുറിച്ച് എന്നോട് He പറഞ്ഞു. said, brother, this is what I feel. The Lord has set 3 stages for your life. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ബ്രദർ, ദൈവം നിങ്ങൾക്ക് 3 ഘട്ടങ്ങൾ വെച്ചിട്ടുണ്ട്. In the first stage, ആദ്യത്തെ ഘട്ടത്തിൽ you are alone, നിങ്ങൾ ഒറ്റയ്ക്കാണ്, nobody to support. ആരും നിങ്ങളെ സഹായിക്കാനില്ല, You are doing everything alone. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. Then comes the second stage. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജ്, In the second stage, രണ്ടാമത്തെ സ്റ്റേജിൽ there are a few people around you, നിങ്ങളുടെ ചുറ്റും കുറച്ച് പേര് നിൽപ്പുണ്ട്, not sufficient people. പക്ഷെ അത് ആവശ്യത്തിനുള്ള ആളുകളായിട്ടില്ല. But then I saw a vision. അതിനുശേഷം ഞാൻ മറ്റൊന്ന് കാണുന്നു, The third stage. മൂന്നാമത്തെ സ്റ്റേജ്. And in the third stage, മൂന്നാമത്തെ സ്റ്റേജിൽ uncounted thousands of people are around you. എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത വിധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നിന്റെ ചുറ്റും നിൽക്കുകയാണ്. And all of them are stretching their hands towards you. എന്ന് മാത്രമല്ല, അവർ ഓരോരുത്തരും അവരുടെ കരങ്ങൾ നിന്റെ നേരെ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. You cannot count the numbers of people. ആ ജനത്തിന്റെ എണ്ണം നിനക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല. I heard this vision maybe at the beginning of maybe 2000 or 2001. ഒരു പക്ഷേ ഈ ദർശനം ഞാൻ കേട്ടത് 2000-ലോ 2001-ലോ ആയിരിക്കും. But I believe I have just entered the third stage these days. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ നാളുകളിൽ ദൈവം നമ്മളെ ആ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് ഇപ്പോൾ കയറ്റിയിരിക്കുകയാണ്. God is true to his word. ദൈവം തന്റെ വചനത്തിൽ, വാക്കിൽ വിശ്വസ്തനാണ്. If God has given you a promise, ദൈവം നിങ്ങൾക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ he is so faithful to fulfill it. അത് പൂർത്തിയാക്കുവാൻ അവൻ വിശ്വസ്തനും കൂടിയാണ്. Don't
look around and curse your life. ഒരിക്കലും നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് നോക്കി ജീവിതത്തെ നോക്കി ശപിക്കരുത്. People may criticize you today. ജനങ്ങൾ നിങ്ങളെ ഒരുപക്ഷേ വിമർശിച്ചെന്നിരിക്കും. But even when people are criticizing, ജനങ്ങൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ പോലും the Heavenly Father will appreciate your life. സ്വർഗീയ പിതാവ് നിങ്ങളുടെ ജീവിതത്തെ നോക്കി പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. Always you can expect encouragement and support only from your Heavenly Father. ഓർക്കുക, എല്ലായ്പ്പോഴും പ്രോത്സാഹനവും അഭിനന്ദനവും കിട്ടുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരൊറ്റ വ്യക്തി സ്വർഗീയ പിതാവ് മാത്രമാണ്. Somebody shout hallelujah. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? Joseph was criticized. യോസഫ് വിമർശിക്കപ്പെട്ടവനാണ്. Jesus was criticized. യേശു കർത്താവ് വിമർശിക്കപ്പെട്ടവനാണ്. All people are criticized. എല്ലാ ജനങ്ങളും വളരുന്ന നേതാക്കന്മാർ But the വിമർശിക്കപ്പെട്ടവരാണ്. question is, how are you going to handle the criticism? എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, ഇത്തരം വിമർശനങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്, കൈകാര്യം ചെയ്യുന്നത്? Criticisms can come in two ways. വിമർശനങ്ങൾ രണ്ട് വിധത്തിലാണ് വരുന്നത്. Number one, because of misunderstanding. ഒന്ന്, തെറ്റിദ്ധാരണകൾ നിമിത്തം വിമർശനം വരുന്നു. People misunderstand you. ജനങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ്. So they criticize. അങ്ങനെ അവർ നമ്മെ വിമർശിക്കുന്നു. Secondly, it is from envy. എന്നാൽ രണ്ടാമതായിട്ട് അസൂയ നിമിത്തവും അവർ വിമർശിക്കും. കേട്ടായിരുന്നോ? People have what? എങ്ങനെയാണ് ജനങ്ങൾക്ക് കണ്ണുകടി? They don't like God honoring you. ദൈവം നിങ്ങളെ മാനിക്കണ കാണുമ്പോഴേ സഹിക്കണില്ലെന്ന്. Hallelujah. So because of misunderstanding or because of envy, people may criticize you. ഓർക്കുക, നിങ്ങളോടുള്ള തെറ്റിദ്ധാരണ നിമിത്തവും നിങ്ങളോടുള്ള അസൂയ കൊണ്ടും ജനങ്ങൾ നിങ്ങളെ വിമർശിച്ചെന്നിരിക്കും. Hallelujah. ഹല്ലേലൂയ. All criticizers are like crows. എല്ലാ വിമർശകരും കാക്കയെ പോലെയാണ്. എല്ലാവരും പറഞ്ഞേ കാക്ക. കാക്ക. ഇങ്ങനെ പറ കാക്ക. കാക്ക. All criticizers are like കാക്ക. Kaka will always look down. കാക്ക എല്ലാ സമയത്തും താഴേക്ക് നോക്കുന്നവനാ. And if ever it feels a bad smell, it will land. എവിടെങ്കിലും നിന്നും ഒരു ചീഞ്ഞ മണമുള്ള ഏതെങ്കിലും ഒരു സാധനം കിടപ്പുണ്ടെങ്കിൽ ഉടനെ ആള് പറന്നങ്ങ് എത്തും. That is what? അതാരാണ്? All the bad sides of the person they will recognize very soon. ഒരു വ്യക്തിയുടെ തെറ്റായ അല്ലെങ്കിൽ അവരുടെ ബലഹീനതയുള്ള ഒരു വശം കണ്ടു കഴിഞ്ഞാൽ കാക്ക വേഗം തിരിച്ചറിയും. Hallelujah. But the true children of God are like eagles. എന്നാൽ ദൈവത്തിന്റെ സത്യമക്കൾ അവർ കഴുകന്മാരെ പോലെയാണ്. എല്ലാവരും പറഞ്ഞേ കഴുകൻ. കഴുകൻ. കൈയെടുത്ത് ഉറക്കെ പറ കഴുകൻ. കൈയൊന്ന് ഉയർത്തി ഉറക്കെ പറ കഴുകൻ. കഴുകൻ. കാക്ക എവിടെയാ? കാക്ക. So this is called crow level. അതുകൊണ്ട് ഇതിനെ പറയുന്ന കാക്കയുടെ നിലവാരം. And this is called eagle level. ഇതിനെ പറയും കഴുകന്റെ നിലവാരം. Hallelujah. Hallelujah. All criticizers are എല്ലാ വിമർശകരും പറഞ്ഞേ കാക്ക, മണ്ണിര, ചീഞ്ഞത്, only that. But eagles are flying high. എന്നാൽ കഴുകന്മാർ എങ്ങനെയാണ്? ഉയരത്തിൽ പറക്കുന്നു. പറന്നേ. Hallelujah. Hallelujah. My question today is, which level are you in today? ഞാൻ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഇപ്പോൾ ഏത് നിലവാരത്തിലാണ് ആയിരിക്കുന്നത്? How many of you want to be crows? നിങ്ങൾ എത്ര പേർക്ക് ഒരു കാക്കയാകാൻ ഇഷ്ടമുണ്ട്? അവരുടെ ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. Oh, only eagles here. ഓ, ഇവിടെ ഈഗിൾസ് മാത്രമേ ഉള്ളൂ. Wonderful, wonderful, wonderful. Hallelujah. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞ നീ കാക്കയാകരുത്, നീ കാക്കയാകരുത്, നീ കഴുകനായി മാറണം. നീ കഴുകനായി മാറുക. എല്ലാ കൈകളും ഉയർത്തി പറഞ്ഞ ഞാൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറി കയറി കയറി, ഉറക്കെ പറഞ്ഞ് കയറി 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 കയറി, പിന്നെ തിരിച്ചു വരാത്തതുപോലെ ഒറ്റപ്പോക്ക് പോകും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈകൾ അടിച്ച കർത്താവിന് നന്ദി പറയാൻ തുടങ്ങിയാൽ shout a big hallelujah. ശബ്ദമുയർത്തി hallelujah. Praise God. Praise God. Always remember,
that God has called you not with a low call but with a high call. എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു നിലവാരം കുറഞ്ഞ വിളിയാലല്ല, മറിച്ച് ശ്രേഷ്ഠമായ വിളിയാലാണ്. Hallelujah. Hallelujah. So those who wait upon the Lord, not waiting upon Ammayachan, waiting upon the Lord, you will soar high. അതുകൊണ്ട് കർത്താവിനായി കാത്തിരിക്കുന്നവൻ, പറയട്ടെ, അമ്മായപ്പന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവനല്ല, കർത്താവിനായി കാത്തിരിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. Hallelujah. Hallelujah. They will renew their strength. അവർ ശക്തിയെ പുതുക്കുന്നവരായി തീരും. Hallelujah. Hallelujah. So tough situations may come in your life, അതുകൊണ്ട് കഠിനമായ അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെന്നിരിക്കും. but change your attitude. എന്നാൽ നിങ്ങളുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്തുക. This tough situation is going to sharpen me like a chisel. ഓർക്കുക, ഇത്തരം കഠിനമായ സാഹചര്യങ്ങൾ ഒരു ഉള്ളിയെ മൂർച്ചയാക്കുന്നത് പോലെ നിങ്ങളെ മൂർച്ചയേറിയതാക്കും. Hallelujah. Hallelujah. I will cut everything that is coming in front of you. എന്റെ മുൻപിൽ വരുന്ന സകല പ്രശ്നത്തെയും ഞാൻ കട്ട് ചെയ്ത് മാറ്റും. Hallelujah. Hallelujah. That is the power of a child of God. അതാണ് ഒരു ദൈവ പൈതന്റെ ശക്തി എന്നുള്ളത്. Hallelujah. Hallelujah. Or like a toughened glass. എല്ലാവരും ഒരു ടഫൻ ഗ്ലാസ് പോലെ. Ordinary glass says, സാധാരണ ഗ്ലാസ് പറയും, handle me with care, I am breakable. അയ്യോ, ഞാൻ പൊട്ടിപ്പോകുന്ന ഒരു പാത്രമാണ്, അതുകൊണ്ട് എന്നോട് നിങ്ങൾ എന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ ഞാൻ 21 ദിവസം പോസ്റ്റ് കളയും. And I will tell my case to the Lord. എന്ന് മാത്രമല്ല, ഈ പ്രശ്നം മുഴുവൻ ഞാൻ ദൈവം മുൻപാകെ ബോധിപ്പിച്ചു കരയും. But if you are a toughened glass, എന്നാൽ നിങ്ങൾ ഒരു ടഫൻ ഗ്ലാസ് ആണെങ്കിൽ, you mind your business. പറഞ്ഞവരോട് പറയും, നീ നിന്റെ കാര്യം നോക്ക്, I will mind God's business. ഞാൻ എന്റെ കർത്താവിന്റെ കാര്യം നോക്കിക്കൊള്ളാം. I don't have time to answer to you. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ എനിക്ക് സമയമില്ല. I have much bigger things to mind. വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് കിടക്കുകയാണ്. Hallelujah. Hallelujah. Today, how many of you are ready to change your attitude to life? ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇത്തരം മനോഭാവങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ എത്ര പേർ ഇവിടെ തയ്യാറായിട്ടുണ്ട്? As a prophet of God, I prophesy God has called you for big things in your life. ഒരു പ്രവാചകൻ, ദൈവത്തിന്റെ പ്രവാചകൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വലിയ വലിയ ഭാരിച്ച ചില ഉത്തരവാദിത്തങ്ങൾ എടുക്കുവാനായിട്ടാണ്. ആന്റിയുടെ പേര് ഓമന. 2012 ഈ പുസ്തകം റിലീസ് ചെയ്ത സമയത്ത് ബ്രദറിന്റെ കയ്യൊപ്പോടുകൂടി ഈ ആന്റിക്ക് ഒരു പുസ്തകം കൊടുത്തു. ഇതാണോ? ഓ ഗ്രേറ്റ്. 6/12/2012. അതിൽ ഒത്തിരി പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ആന്റി എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഓക്കെ. എന്നാൽ അതിൽ 23ാമത്തെ ഒരു പ്രാർത്ഥന വിഷയമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന. ഓക്കെ. അപ്പോൾ ഈ ആന്റിയുടെ മകൻ ജിക്കിനും ധന്യയ്ക്കും ഒരു കുഞ്ഞുണ്ട്, പെൺകുഞ്ഞായിരുന്നു. അത് കൂടാതെ ഒരു ആൺകുഞ്ഞ് വേണമെന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഓക്കെ. ഇത് പ്രാർത്ഥിക്കാൻ എഴുതുമ്പോൾ ആദ്യത്തെ മകൾക്ക് 4 വയസ്സുണ്ടായി. അതിനുശേഷം പിന്നെ കുഞ്ഞുങ്ങൾ ഇല്ല, ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആന്റി അതിലെ പ്രാർത്ഥന വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഓക്കെ. ഫെബ്രുവരി 2014 വീണ്ടും എഴുതി വെച്ചു. ആന്റിയും ധന്യയുടെ അമ്മയും, അതായത് മകന്റെ ഭാര്യയുടെ അമ്മയും തീരുമാനം എടുത്തു, ഒരു TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. അങ്ങനെ ആ ഒരു പ്രോഗ്രാം ഇവർ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലെ 2 പേരുടെയും ഒരു പ്രാർത്ഥന വിഷയമായിരുന്നു, ഞങ്ങളുടെ മകന് ഒരു ആൺകുഞ്ഞ് വേണം. സ്പോൺസർ ചെയ്തു. ഏപ്രിൽ മാസം ധന്യ പ്രഗ്നന്റ് ആയി. ഈ ഡിസംബർ 1-ാം തീയതി, ഈ കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി, ദിവസങ്ങളായുള്ളൂ, അവൾ പ്രസവിച്ചു. ഇവർ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒരു ആൺകുഞ്ഞിനെ ഇവർക്ക് ലഭിച്ചു. കൈകൾ അടിച്ച് ഈശ്വരന് നന്ദി പറയാം. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം കർത്താവ് കൊടുത്ത ആ ദാനത്തിനായി, കർത്താവ് അങ്ങ് ചെയ്ത ഈ വലിയ അനുഗ്രഹത്തിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, ദൈവസന്നിധിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വിശ്വാസത്തോടെ വരുന്നു. ലോകത്തിൽ എവിടെ ഇരുന്ന് ബ്ലെസ്സിങ് ടുഡേ കാണുന്നവരായാലും അങ്ങയുടെ കൈ നീട്ടി അവരെ സ്പർശിക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ നടക്കാൻ തുടങ്ങട്ടെ. രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയതെങ്കിലും വളരെ ശക്തമായി എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രേരണ നൽകുന്നത് മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. മദ്യപാന നിമിത്തം വലിയ തകർച്ചകൾ, മദ്യപാന നിമിത്തം ചിലരാൽ ചതിക്കപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള ചില വ്യക്തികളെ യേശു വളരെ സ്പെസിഫിക്കായി പുറത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ മദ്യപാനികൾ, ഡ്രഗ്സിന് അടിമകളായവർ, ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ പുറത്തു വരാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. ദൈവികമായ ഒരു വലിയ വിടുതൽ ഇപ്പോൾ കൊടുക്കണമേ. അതോടൊപ്പം രോഗികൾ, ആസ്മ രോഗമുള്ളവർ, നിങ്ങൾ ഇൻഹേലർ എടുക്കുന്നുണ്ട്, ഗുളികകൾ കഴിക്കുന്നുണ്ട്, പലതും മാറി മാറി ചെയ്യുന്നുണ്ട്, പക്ഷേ ആസ്മ രോഗം വിട്ടുമാറാത്തത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ചെസ്റ്റ് ക്ലിയർ ആകട്ടെ, ലങ്സ് ക്ലിയർ ആകട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ യൂട്രസിനകത്ത് മുഴകളുള്ള ചില സഹോദരിമാരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. അതോട് ചേർന്ന് ബ്ലീഡിങ്ങും ഒക്കെയുള്ള പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ ദൈവികമായ വിടുതലുകൾക്കായി ഈ സമയത്ത് നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ കാൽ മുട്ടുകളിൽ നീര് വന്ന് നടക്കാൻ ബുദ്ധിമുട്ട്, കാൽമുട്ടുകൾക്കകത്ത് പ്രയാസമുള്ള യേശുവിൻ നാമത്തിൽ ആ രീതിയിലുള്ളതെല്ലാം സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. സ്കിൻ ഡിസീസ്, കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അതുപോലെ കണ്ണിൻ്റെ കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ റെസ്റ്റോർഡ് ആകട്ടെ. ചില കാണാൻ കഴിയാത്ത കണ്ണുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. മരണത്തോട് മല്ലടിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ജീവനിലേക്ക് തിരികെ വരട്ടെ. താങ്ക് യു ജീസസ്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രയാസത്തിലൂടെ പോകുന്ന ചിലരെയും കർത്താവ് സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കർത്താവ് വ്യക്തമായി പറയുന്നു, ഈ ദിവസങ്ങളിൽ വളരെയധികം നേരം ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ വായിക്കുകയും ഒത്തിരി നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഒരു വലിയ ദൈവിക സമാധാനം. എൻ്റെ ഉള്ളിൽ വരുന്നൊരു പിക്ചർ ഞാൻ പറയാം. പ്രഭാതത്തിൽ തുഷാരകണങ്ങൾ, മഞ്ഞുകണങ്ങൾ ഇങ്ങനെ വന്ന് പുൽപ്പുറങ്ങളിൽ സെറ്റിൽ ചെയ്യുന്നത് പോലെ ഭയങ്കരമായ ഒരു തണുപ്പും ശാന്തതയും കുളിർമയും, അങ്ങനെയുള്ള ഒരു ആശ്വാസത്തിൻ്റെ കാലം അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ ദിവസങ്ങളിൽ ഏതോ പരീക്ഷകളോ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ളവർക്ക് വേണ്ടി കർത്താവ് അങ്ങനെയുള്ളവർക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് കൈനീട്ടി അവരെ സഹായിക്കണമേ. കിടപ്പ് രോഗികൾ, കിടന്നുകൊണ്ടാണ് നിങ്ങളിത് കാണുന്നത്, പക്ഷേ യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഇന്ന് വിശ്വസിക്കുക. വിശ്വാസം നന്നായിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ കയ്യിൽ അദൃശ്യമാണെങ്കിലും ആ കയ്യിൽ പിടിച്ച് ഇപ്പോൾ എഴുന്നേൽക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കും. സാമ്പത്തിക പ്രയാസമായാലും കൈ നീട്ടി ഇപ്പോൾ തന്നെ വിടുതൽ, ആ ദൈവിക വിടുതലുകൾ എല്ലാ മേഖലകളിലും എല്ലാ വ്യക്തികളിലും ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു, അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഒരാളോടെങ്കിലും ഇന്ന് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയണം, ഇത് വാച്ച് ചെയ്യാൻ പറയണം. തിങ്കൾ മുതൽ വെള്ളി വരെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ ഈ പ്രോഗ്രാം ഉണ്ടെന്നുള്ളത് പറയുക. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസ് എന്നുള്ള പുസ്തകങ്ങളും CD കളും ആവശ്യമുള്ളവർ ദയവായി വിളിക്കുക,
ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുക. കർത്താവ് ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ അനിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: പ്രവാചകനെ പിടിക്കുവാൻ കൈ നീട്ടിയതിനാൽ കൈ വരണ്ടു പോയത് ആരുടേത്? Whose hands withered, for he stretched out his hands to arrest the prophet? Options: A. Yoash, B. Jehoahaz, C. Yotham, D. Yerobeam. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.